ഹലോ ഗൈസ്, ഞങ്ങൾ ഈ തോടും പുഴയും ചാടി എങ്ങോട്ടാണ് പോണതെന്ന് അറിയാമോ? വേറെ എങ്ങുമല്ല, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഫേമസായ നമ്മുടെ സ്വന്തം സജിച്ചേട്ടൻ്റെ വഴിയോരക്കടയിലാണ് ഗൈസ്. കണ്ടോ ആ വരി വെച്ച് പോണ പോക്ക് കണ്ടോ? വേറെ ഒന്നിനുമല്ല, ചായയും കടിയും കഴിക്കാനുള്ള ബഹളമാണ്. നമുക്കൊരു ഡാൻസിൻ്റെ ഒരു ട്രൂപ്പുണ്ട് കേട്ടോ. ആ ട്രൂപ്പിൽ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. എല്ലാ ദിവസവും ഈവനിങ് നമുക്ക് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് തളർന്ന് വരുമ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നമ്മൾ ഒരു ചായയും കടിയും ഒക്കെ കഴിക്കും. അതുകൊണ്ട് സജിച്ചേട്ടൻ്റെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ നമ്മൾ. അത് റോഡ് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്ത് പോവേണ്ടത്. സജിച്ചേട്ടൻ നമുക്ക് എല്ലാവർക്കും പലഹാരമൊക്കെ എടുത്ത് തരുന്ന ബഹളത്തിലാണ്. സജിച്ചേട്ടന് വട്ട് പിടിക്കും. കാര്യം പലർക്കും പല പലഹാരം, ഓരോരുത്തർക്ക് പലഹാരം എടുത്ത് കൊടുക്കുന്നത് തന്നെ ഒരു വലിയ മെനക്കെട്ട പരിപാടിയാണ് സജിച്ചേട്ടന്. അങ്ങനെ എല്ലാവരും പലഹാരമൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്. സജിച്ചേട്ടന് ആദ്യം മനസ്സിലായില്ല കേട്ടോ വീഡിയോ എടുക്കുകയാണെന്ന്. പിന്നെ എപ്പോഴോ പുള്ളിക്കാരന് ഡൗട്ട് അടിച്ച് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്ന്. അങ്ങനെ മനസ്സിലായി. അങ്ങനെ സജിച്ചേട്ടന് ചിരിയൊക്കെ വന്നു. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം സജിച്ചേട്ടൻ്റെ കൂടെ സംസാരിച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തെ സെക്ഷനിലാണ് നമ്മൾ ആ രാജേഷ് ഏട്ടൻ ചായ അടിക്കുന്നത്. അങ്ങനെ രാജേഷ് ഏട്ടന് നമ്മളെ കാണുമ്പോഴേ അറിയാം സ്ട്രോങ് ചായയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. നല്ല കടുപ്പത്തിലും മധുരത്തിലും നല്ല സൂപ്പർ സ്ട്രോങ് ചായ രാജേഷ് ഏട്ടൻ തരും കേട്ടോ. അങ്ങനെ ഈ പോയ ആളെന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി പോണത് വേറൊന്നിനുമല്ല, ശ്രീലക്ഷ്മിക്ക് വടയിലൂടെ ചട്നി മസ്റ്റാണ്. അപ്പോഴത്തേക്ക് സജിച്ചേട്ടൻ ചട്നി കൊടുത്തില്ല. അങ്ങനെ സജിച്ചേട്ടനോട്ട് അടിയുണ്ടാക്കി ചട്നി വാങ്ങാൻ പോണ പോക്കാണ്. സജിച്ചേട്ടൻ എടുത്തിട്ട് അടിക്കാൻ പോണ രീതിയിലാണ് ശ്രീലക്ഷ്മി പോണത്. ഇവിടെ കണ്ടോ പലഹാരം എടുക്കുന്നതിൻ്റെ ബഹളമാണ് കാണുന്നത്. എല്ലാവരും ഓരോ പലഹാരങ്ങളൊക്കെ മാറ്റി എത്ര കറക്റ്റ് പലഹാരം എടുത്താലും അതിനകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആർക്കും തികയത്തില്ല. ചട്നിയൊക്കെ ശ്രീലക്ഷ്മി കൊണ്ടുവന്നു കേട്ടോ. ചട്നി സജിച്ചേട്ടനുമായിട്ടൊക്കെ പോയി സംസാരിച്ച് ശ്രീലക്ഷ്മി 2 പാത്രത്തിൽ ചട്നിയൊക്കെ കൊണ്ടുവന്നു. എന്നും നമുക്ക് പലഹാരം നമ്മൾ കറക്റ്റാണ് പറയുമെങ്കിലും തികയത്തില്ല. പിന്നും രണ്ടാമത് ഓർഡർ ചെയ്യേണ്ടി വരും. വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും നാണം വന്നു ഗൈസ്, നാണം. എല്ലാവരും കുനിഞ്ഞൊക്കെ ഇരിക്കുവാണ്. കാര്യം കഴിക്കുന്നതൊക്കെ പുറത്ത് വരുന്നതിൻ്റെ മാനക്കേടാണ്, എല്ലാവർക്കും നാണക്കേട്. എല്ലാവരും അതൊക്കെ കഴിച്ച് ഗൈസ്. അപ്പോൾ സ്പോട്ട് മറക്കണ്ട കേട്ടോ. ഏലാപ്പുറം വഴി, അതായത് കീഴാറ്റിങ്ങൽ റോഡ് വഴി ആരെങ്കിലും പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ സജിച്ചേട്ടൻ്റെ വഴിയോരക്കടയിൽ നിർത്തി ചായയൊക്കെ കുടിക്കണം. സജിച്ചേട്ടൻ ചായയൊക്കെ കൊണ്ടുവന്നു. ചായ 1 ഗ്ലാസ് ചായ നേരത്തെ നമ്മൾ തട്ടിച്ചരിച്ചു. സജിച്ചേട്ടൻ പാവം വന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ട് തന്നു. പിന്നെ ചായ കൊണ്ടുവന്ന് രണ്ടാമത് എക്സ്ട്രാ ചായ കൊണ്ടുവന്ന് വെച്ച് തന്നതാണ്. പിന്നെ 1 മണിക്കൂറത്തേക്ക് അവിടെ ആർക്കും കയറാൻ പറ്റത്തില്ല ഗെയ്സ്. ഭയങ്കര ബഹളവും ചിരിയും അട്ടഹാസങ്ങളും ഒക്കെയാണ്. ഫോൺ നോക്കക്കും, അതിൻ്റെ കമൻറ്റ് പറയക്കും, ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കക്കും, സെൽഫി എടുത്ത് അർമാദിപ്പൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ചായയും കടിയൊക്കെ കഴിച്ചു. നമ്മുടെ വീട്ടിലോട്ട് ഇതാണ് ഗൈസ് നമ്മുടെ ഗ്രാമം. തോടും വയലുമൊക്കെ ചാടി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.